ഹലോ, അസ്സലാമു അലൈക്കും യാ ഹബീബീസ്. അതെ, അലിയാർ തങ്ങളൻഹു വഴിയിൽ വെച്ച് മാതളനാരങ്ങ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു. ഫാത്തിമ ബീവിക്ക് മാതളനാരങ്ങ വാങ്ങാൻ പോയപ്പോൾ ഒരു മാതളനാരങ്ങ കിട്ടിയ മാതളനാരങ്ങ കൊണ്ട് തിരിച്ചു വരുമ്പോൾ ഒരു വഴിയിൽ നിന്നൊരു യാചകൻ വിശന്ന് വരഞ്ഞിരുന്നപ്പോൾ വലതും തരണേ ഒരു ഉറുമാമ്പഴം കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുള്ള ഫാത്തിമ ബീവിക്ക് വാങ്ങിയ ഉറുമാമ്പഴത്തിൻ്റെ പകുതി മധ്യ വയസ്സ് വഴിയിലിരുന്ന് യാചിക്കുന്ന യാചകന് കൊടുത്തു. അതുകൊണ്ട് വീട്ടിലേക്ക് പകുതി മാതളനാരങ്ങ ഫാത്തിമ ബീവിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അതാ പിന്നെയും വഴിയരികിൽ ഒരു യാചകനിരുന്ന് യാചിക്കുന്നു. വല്ലതും തരണേ, ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി, വല്ലാതെ വിശക്കുന്നു, ദാഹിക്കുന്നു, വല്ലതും തരണേ എന്ന് പറഞ്ഞു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ആ പകുതി മാതളനാരങ്ങ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് കൊടുക്കാനുണ്ടായിരുന്ന അതും ആ യാചകന് വച്ച് നീട്ടിയിട്ട് പറഞ്ഞു, ഇന്നാ ഇത് കഴിച്ചോളൂ, ഇത് കഴിച്ച് വിശപ്പടക്കിക്കോളൂ എന്നും പറഞ്ഞു. അലിയാർ തങ്ങൾ അൻഹു വീട്ടിലേക്ക് നടന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ ഇനി ഫാത്തിമ ബീവിക്ക് എന്ത് കൊടുക്കും? ഫാത്തിമ ബീവി എന്നോട് ആദ്യമായിട്ട് പറഞ്ഞ ഒരു ആഗ്രഹമാണ്. അവളെ എന്നോട് ഇതുവരെയും ഒരു ആഗ്രഹവും പറഞ്ഞിട്ടില്ല. എന്നോട് ഇപ്പോൾ പറഞ്ഞ ആഗ്രഹവും എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഇനി എനിക്ക് മാതളനാരങ്ങ എവിടെ നിന്ന് കിട്ടും എന്നും പറഞ്ഞ് അലിയാർ തങ്ങൾ വീട്ടിലേക്ക് നടന്നപ്പോൾ ഫാത്തിമ ബീവി സുഖമില്ലാതെ അവശത നിലയിൽ കിടന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു അതാ ഉമ്മരപ്പടിയിൽ മുറ്റത്ത് ഒരു കസേരമേൽ നിറയെ കൊട്ടയിൽ നിറയെ മാതളനാരങ്ങയുമായി ഇരിക്കുന്നു. അലിയാർ തങ്ങളെ കണ്ടപ്പോൾ ഉടനെ തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ കിടന്നപ്പോൾ വാതിൽ വന്നു ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. ഞാൻ തുറന്നപ്പോൾ കുട്ട നിറച്ച് മാതളനാരങ്ങയാണ് ഞാൻ കണ്ടത്. ആ മാതളനാരങ്ങയാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ അലിയാർ തങ്ങൾ അൻഹു അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, നീയാണല്ലോ ഇത്, നിൻ്റെ കരുണയാണല്ലോ ഇത്, നീ എല്ലാം അറിയുന്നതിനും കേൾക്കുന്നതിനും കാണുന്നതിനുമാണല്ലോ സർവശക്തനായ നാഥ, അള്ളാഹുവാണല്ലോ കൊടുത്തുവിട്ടതെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ ഫാത്തിമ ബീവിക്കും അലിയാർ തങ്ങൾ അൻഹുവിനും വളരെയേറെ സന്തോഷമായി. ഫാത്തിമ ബീവി വിചാരിച്ചു ഇത് അലിയാർ തങ്ങൾ കൊടുത്തുവിട്ട മാതളനാരങ്ങയാണെന്ന് വിചാരിച്ചു. അലിയാർ തങ്ങൾ വന്നപ്പോൾ കൊട്ട നിറയെ മാതളനാരങ്ങ ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ റബ്ബ്, ഇതാണ് നമ്മുടെ റബ്ബിൻ്റെ ഈമാൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ റബ്ബിൽ വിശ്വസിക്കുക, ഈമാനിൽ വിശ്വസിക്കുക എന്ന് പറയുന്നു. ഏക ഇലാഹിൽ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. 5 നേരവും അള്ളാഹുവിന് വേണ്ട ഫർളാക്കപ്പെട്ട നമസ്കാരം ഒഴിവാക്കാതെ നമസ്കരിക്കുക, സുന്നത്തും മുറുകെ പിടിക്കുക. ഇതാണ് ഈമാൻ എന്ന് പറയുന്നത്. അള്ളാഹു നമ്മളെല്ലാവരെയും ഈമാനിൽ വിശ്വസിപ്പിക്കുകയും ഈമാൻ കിട്ടി ഭരിക്കുവാൻ അള്ളാഹു തആല എല്ലാവർക്കും ഭാഗ്യം നൽകി തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.